ഹലോ മക്കളെ, എല്ലാവരും ഇതാ +2 ക്ലാസ്സിലെല്ലാം പ്രവേശിച്ച് ഏകദേശം 1 മാസത്തോളം എല്ലാവരും സ്കൂളിൽ പോയി. ഈ നിമിഷം എല്ലാ മക്കളും മനസ്സിലായി കാണും, അത്രമേൽ ഈസി അല്ല നമ്മുടെ +2 ക്ലാസ് എന്ന് പറയുന്നത്. +2 ക്ലാസ്സിലെ ഓരോ പാഠങ്ങളും പഠിക്കുവാൻ വേണ്ടി ഒരുപാട് ഉള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. സോ നമ്മൾ ഒരുപാട് പഠിക്കേണ്ട സമയമാണിത് ഈ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് നേരിടാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ആണ്, അഥവാ ഓണപരീക്ഷ. ഓണപരീക്ഷയ്ക്ക് ഒരുപാട് ദിവസമുണ്ടല്ലോ, ഇനിയിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് എല്ലാ മക്കളും ഈ നിമിഷം ചിന്തിക്കുക. ഏകദേശം സെപ്റ്റംബർ 2-ാം തീയതി ആയിരിക്കും നിങ്ങളുടെ ഓണപരീക്ഷ ആരംഭിക്കാൻ വേണ്ടി പോവുക. സോ 2 മാസത്തോളം ബാക്കിയുണ്ട്, 2 മാസം നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ പഠിക്കേണ്ട എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ അങ്ങനെ തീരുമാനിക്കൂ എന്ന് ഞാൻ പറയുന്നു. ഓണപരീക്ഷയിലുള്ള മാത്തമാറ്റിക്സിൻ്റെ സിലബസ് പരിശോധിച്ചു കഴിഞ്ഞാൽ 1-ാമത്തെ പാഠം മുതൽ 5-ാമത്തെ പാഠം വരെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷന് ഉണ്ടാവുക. 1-ാമത്തെ പാഠമായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, 2-ാമത്തത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്, 3-ാമത്തത് മെട്രിസസ്, 4-ാമത്തത് ഡിറ്റർമിനൻറ്റ്സ് ആൻഡ് 5-ാമത്തത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇങ്ങനെ എണ്ണം പറഞ്ഞ 5 പാഠങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിന് ഉണ്ടാവുക. ഈ കാണുന്ന 5 പാഠങ്ങൾ നമ്മളുടെ മെയിൻ എക്സാമിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മാർക്ക് കേട്ടാലും നിങ്ങൾ അത്ഭുതപ്പെടും. റിലേഷൻസ് 7 മാർക്കിനും, ഇൻവേഴ്സ് നമുക്ക് 4 മാർക്കും, മെട്രിക്സും ഡിറ്റർമിനൻസും ചേർന്ന് ഏകദേശം നമുക്ക് 15ഓളം മാർക്ക് സമ്മാനിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി കണ്ടിന്യൂറ്റി 9 മാർക്ക്. അതായത് ഏകദേശം നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ 35 മേലെ മാർക്കാണ് ഈ പറയുന്ന 5 പാഠങ്ങൾ സമ്മാനിക്കുന്നത്. ബോർഡ് എക്സാമിൻ്റെ 50% മാർക്ക്. സോ ഇത്രമേൽ മാർക്കുള്ള ഒരു എക്സാമിനേഷനാണ് ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ. ഒരിക്കലും ഒരു തമാശയോടെ അപ്രോച്ച് ചെയ്യേണ്ട പരീക്ഷയല്ല. ഈ കാണുന്ന 5 പാഠങ്ങളും അതിഗംഭീരമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ എക്സാം ഹാളിൽ പ്രവേശിക്കാൻ വേണ്ടി പാടുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് മെയിൻ എക്സാം വരുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലും അതിഗംഭീരമായിട്ട് പഠിച്ച് മാർക്ക് നേടാൻ വേണ്ടി സാധിക്കാം. പിന്നെ വേറെ ചോദ്യമുണ്ട്, അപ്പോൾ ഈ കാണുന്ന 5 പാഠമല്ലേ പഠിക്കാനുള്ളൂ, ഞാൻ അവസാന നിമിഷം പഠിച്ചാൽ പോരെ, ഇപ്പോൾ പഠിക്കണ്ടോ എന്നാണ് എല്ലാവരും ചിന്തിക്കുക. അതിനുള്ള ഉത്തരം സിലബസ് തന്നെയാണ്. മാത്തമാറ്റിക്സ് നമ്മൾ 5 പാഠം പരിചയപ്പെട്ടു. നമുക്ക് മാത്തമാറ്റിക്സ് മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജും എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഓരോ സബ്ജക്റ്റിലും നമ്മൾ ഏകദേശം 4 മുതൽ 5 പാഠം പഠിക്കാൻ വേണ്ടി വരുമ്പോൾ 25 ചാപ്റ്റേഴ്സോളമാണ് നിങ്ങൾക്ക് ഈ വരുന്ന ഫസ്റ്റ് ടൈം എക്സാമിന് പഠിക്കുവാൻ ആവശ്യമായിട്ട് വരിക. സോ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ പഠിക്കേണ്ട ഒരു ആവശ്യകത അവിടെയാണ് ഉള്ളത്. കാരണം ഇത്രമേൽ 25 പാഠം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ്, റിവിഷൻ അല്ല എന്ന് എല്ലാവരും ഓർക്കണം. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞ പ്ലാൻ വർക്കൗട്ട് ആവുകയില്ല. ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് 2 ദിവസം, 3 ദിവസം, ചിലപ്പോൾ 4 ദിവസം വരെ പോവാം. കാരണം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് 2 ദിവസം മാത്രമായിരിക്കും ആവശ്യമാവുക. മെയിൻ എക്സാം വരുമ്പോൾ നമുക്ക് എന്താ 1 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ എന്നുള്ള ഫോർമുലയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ നിമിഷം നിങ്ങൾ ഈ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റുകളും അതിഗംഭീരമായിട്ട് പഠിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിനകത്ത് ഫുൾ മാർക്കിലേക്ക് എത്തുവാൻ വേണ്ടി സാധിക്കുക. നിങ്ങളുടെ ഓണപരീക്ഷയ്ക്കും, നിങ്ങളുടെ സെക്കൻഡ് ടൈം എക്സാമിനും, നിങ്ങളുടെ മെയിൻ എക്സാമിനും, എല്ലാ പരീക്ഷയ്ക്കും ഫുൾ മാർക്ക് ഉറപ്പിക്കുന്നതിനായിട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച ബാച്ചാണ് അക്ഷയ് ബാച്ച്. ഒരുപാട് വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കാൻ വന്നത്. ഇതാ നിങ്ങൾക്ക് വേണ്ടി സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലാസ്സുകൾ എല്ലാം തന്നെ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ബാച്ചിനകത്ത് നമ്മളിതാ ആദ്യ പാഠം ഏകദേശം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇത്രമേൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് സൈലം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഏതൊരു എക്സാം വന്നാലും എല്ലാ എക്സാംസിനും ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. PYQs ഉണ്ടാകും, NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ക്ലാസ്സിനകത്ത് വർക്കൗട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും തന്നെ ഉണ്ടാവുകയില്ല. സോ എല്ലാവരും എത്രയും വേഗം തന്നെ അഗ്നി 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യൂ. നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ഒന്നിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന എല്ലാ പരീക്ഷയിലും നമുക്ക് ഫുൾ മാർക്ക് നേടാം. സൈനിങ് ഓഫ്, അഫ്നാസ് AK ഫ്രം Xylem Learning. ബൈ.